സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട്, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ രാത്രി യാത്രയ്ക്ക് അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തി. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അടുത്ത 5 ദിവസം അതീവ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം നാളെ ആൻഡമാനിലും 31-ാം തീയതി കേരളത്തിലും എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അതിനു മുൻപ് തന്നെ സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത. 14 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലേർട്ടും തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിൽ നാളെ മുതൽ 23 വരെ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ശബരിമല യാത്രയ്ക്ക് തത്കാലം വിലക്കില്ല. റെഡ് അലേർട്ടുള്ള ജില്ലകളിൽ ക്വാറികളുടെ പ്രവർത്തനത്തിനും ഖനനത്തിനും നിയന്ത്രണമുണ്ട്. തൃശൂർ ദേശമംഗലത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെടുത്തു. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇടുക്കിയിൽ നെടുങ്കണ്ടം, ഉടുമ്പൻചോല, ശാന്തൻപാറ, തൊടുപുഴ എന്നിവിടങ്ങളിലും കോഴിക്കോട്, കോട്ടയം, മലപ്പുറം ജില്ലകളിലും മഴ ശക്തമാണ്. പത്തനംതിട്ട റാന്നി, പെരുന്നാട്, മാടമൺ വള്ളക്കടവിന് സമീപം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് മുകളിൽ മരം കടപുഴകി വീണു. ബസ് ഡ്രൈവർക്ക് നിസാര പരുക്കേറ്റു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.